ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് അപ്പോസ്തലന്മാരായ വിശുദ്ധ പീലിപ്പോസിൻ്റെയും വിശുദ്ധ ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് യേശുനാഥൻ അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ചില ചിന്താ രീതികൾക്ക് എതിരായിട്ടുള്ള ഒരു പഠനമാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത്. കാരണം ഇന്ന് വളരെയധികം ഉയർന്നു വരുന്ന ഒരു വാദഗതിയാണ്, നമ്മൾ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് വഴിയും നമുക്ക് പ്രവർത്തിച്ച് ആ നന്മയിലേക്ക് എത്തിച്ചേരാം. അതായത് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തെ ഈ നമ്മൾ ചെയ്യുന്ന രീതികൾ സാധൂകരിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഞാൻ എടുക്കുന്ന ഏത് വഴികളെടുത്താലും ഞാൻ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയുടെ ഒരു പഠനമാണ് ഈ രക്ഷ സാധ്യമാകുന്നത് ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ പലപ്പോഴും അതിനൊക്കെ വെള്ളം ചേർക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളും വാദഗതികളൊക്കെ ഉയർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സുവിശേഷ വാക്യമാണിത്. ഞാനാണ് വഴിയും സത്യവും ജീവനും. നമ്മൾ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കപ്പെടും എന്ന് പറയുമ്പോൾ തിരുസഭയിൽ അംഗമാകണം എന്നുള്ള ഇടുങ്ങിയ ചിന്താഗതിയെക്കുറിച്ചല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, നന്മയാണ് ആ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ ഏത് വഴിയും സ്വീകരിക്കാം എന്നുള്ളതും തെറ്റായ കാര്യമാണ്. അപ്പോൾ എന്താണ് യേശുനാഥൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞാനാണ് ജീവനും വഴിയും സത്യവും, ക്രിസ്തുവാണ് എൻ്റെ വഴി, പിതാവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ക്രിസ്തുനാഥൻ എനിക്ക് വളരെ വ്യക്തമായി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് പോകാനുള്ള ഒരേ ഒരു ഉപാധി. സ്നേഹിച്ചുകൊണ്ട് കടന്നു പോവുക. ഞാൻ ക്രിസ്തുവിൻ്റെ വഴിയിലാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു തന്ന പാഠങ്ങൾ, അവൻ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അവൻ്റെ പാതയിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു നന്മയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന പാത ക്രിസ്തുവിൻ്റെതല്ലെങ്കിൽ അതിനെനിക്ക് യാതൊരു കാരണവശാലും ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെ പോയാൽ മാത്രമേ ഞാൻ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നന്മയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഞാൻ എന്ത് നന്മയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി ക്രിസ്തുവിന് അനുരൂപമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എത്തിച്ചേരുകയില്ല എന്ന് സുവിശേഷം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, തിരുസഭയിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് എനിക്ക് രക്ഷ സാധ്യമാകുന്നത്. അപ്പം ഞാൻ ഏത് ജീവിതത്തിലും ജീവിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ എടുക്കുന്ന വഴി ക്രിസ്തുവിൻ്റേതാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ തിരുസഭയിലെ അംഗമല്ലെങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ വഴിയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് തിരുസഭ പഠിപ്പിക്കുന്നത് തിരുസഭയ്ക്ക് പുറത്തും രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ക്രിസ്തു എന്നത് വിശാലമായ അർത്ഥത്തിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ്. ക്രിസ്തുവിനെ ഒരിക്കലും നമുക്ക് ചുരുക്കാൻ സാധിക്കുകയില്ല. അവിടുന്ന് കാണിച്ചു തന്ന വഴി വിശാലമാണ്. അത് ഏതൊരു മനുഷ്യനും എത്തിച്ചേരാനാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ വഴിയാണ് ശരിക്കുന്നതെങ്കിൽ ഞാൻ തിരുസഭയിൽ അംഗമായി തീർന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചത് വഴി, അവൻ്റെ വഴിയിൽ ഞാൻ നടക്കുന്നത് വഴി ഞാൻ എത്തിച്ചേരും. അപ്പോൾ ഈ വളരെ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണിത്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ വഴിയെ ഞാൻ നടക്കുകയും ദൈവത്തിലേക്ക് എത്തിച്ചേരാമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുകയും വാദഗതികൾ നിരത്തുകയും ചെയ്യുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ഞാൻ. എൻ്റെ വഴിയോ അവരുടെ വഴിയോ അല്ല, ക്രിസ്തുവിൻ്റെ വഴിയെ ആണ് ഞാൻ നടക്കേണ്ടത്. അവൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വളരെ വ്യക്തമായി എങ്ങനെയാണെന്ന്. അവൻ പറഞ്ഞു തന്ന വഴിയെ അല്ലാതെ മറ്റൊരു വഴിയെ പോയാലും ഞാൻ എൻ്റെ ക്രിസ്തുവിലോ പിതാവിലേക്ക് എത്തിച്ചേരുകയില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്തുവാണ് എൻ്റെ വഴി, അവനാണ് ജീവൻ, അവനാണ് സത്യം, വഴിയും അവനാണ്, ആ വഴിയിലേക്കുള്ള പ്രകാശവും അവൻ തന്നെയാണ്. അവൻ കാണിച്ചു തന്ന പ്രകാശത്തിലൂടെയാണ് ഞാൻ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇരുണ്ട ചിന്താഗതികൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ മാറിപ്പോകാനും ക്രിസ്തു എന്ന വഴിയെ, യാഥാർത്ഥ്യത്തിൽ സത്യത്തിൻ്റെ വഴിയെ നടക്കാനുള്ള കൃപയ്ക്കൊണ്ട് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ പീലിപ്പോസിൻ്റെയും ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ. ഈ 2 അപ്പോസ്തലന്മാരും ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽപ്പെട്ടവരാണ്. ഇവരുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കാനുള്ള കാരണം 6-ാം നൂറ്റാണ്ടിൽ ഈ 2 വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ ഒരുമിച്ചാണ് റോമിലേക്ക് കൊണ്ടുവന്നത്, അപ്പോസ്തലന്മാരുടെ ദേവാലയത്തിൽ സ്ഥാപിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ 2 പേരുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ പീലിപ്പോസിനെ നമ്മൾ കണ്ടെത്തുന്നത് നഥാനിയേൽ അപ്പോസ്തലനെ യേശുവിലേക്ക് കൊണ്ടുവരുന്നത് പീലിപ്പോസാണ്. പീലിപ്പോസ് ഒരു സൂചനയാണ്. ക്രിസ്തുവാകുന്ന വഴിയെ പോകണമെന്ന് നഥാനിയേലിന് പറഞ്ഞു കൊടുത്തത് പീലിപ്പോസ് അപ്പോസ്തലനാണ്. പിന്നീട് നമ്മൾ യാക്കോബ്, ചെറിയ യാക്കോബായ അപ്പോസ്തലനിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജെറുസലേമിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം. പിന്നീട് അന്ന് അവിടെ വളരെ വലിയൊരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കൗൺസിൽ വിളിച്ചു കൂട്ടി അവരെയും ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് നയിച്ചത് ഈ അപ്പോസ്തലനാണ്. അപ്പോൾ ഇവർ 2 പേരും ക്രിസ്തുവിൻ്റെ വഴിയെ ചലിക്കാൻ മറ്റുള്ള മനുഷ്യരെ പ്രേരിപ്പിച്ചിരുന്നവരാണ്.
അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ഇവരിലൂടെ നമുക്ക് അർത്ഥവക്താവുന്നത്. അപ്പം ഞാൻ അവർ പറയുന്നതോ മറ്റൊരാൾ പറയുന്നതോ അല്ല, ക്രിസ്തു പറഞ്ഞത് ജീവിക്കാൻ, ക്രിസ്തുവിലേക്ക് ആളുകളെ നയിക്കാൻ, അവൻ്റെ പാതയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. ഇപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ അപ്പോസ്തലന്മാരുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുമ്പോൾ, യഥാർത്ഥ വഴിയായ ക്രിസ്തുവിനെ തിരിച്ചറിയാനും അവൻ്റെ വഴിയിലൂടെ നടക്കാനും മറ്റുള്ളവരെ അവൻ്റെ വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുവാനും എനിക്ക് കഴിയണം. ആ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ അതിനെ സഹായിക്കട്ടെ.